ഹായ്, നന്ദാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡെയിലി യൂസിന് പറ്റുന്ന സിൽക്കി കോട്ട വെറൈറ്റിയിൽ വരുന്ന സാരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല പേസ്റ്റൽ ചാർട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ടുള്ള സാരീസാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇന്നത്തെ സാരീസിലെ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. അതിൽ വർക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ രണ്ട് സൈഡ് പോർഷനിൽ ചെറിയൊരു ബീഡിങ്, ആ ഒരു ലൈലാക്ക് ഷെയ്ഡിലുള്ള ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഫുള്ളും ആ ഒരു ഫ്ലവർ ഡിസൈൻ ഉണ്ട്. വൺ സൈഡ് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഭാഗം മാത്രമാണ് എംബ്രോയിഡറി. അത് താഴേക്ക് വരുന്ന പോർഷനിലും ഓൾ ഓവർ ബോഡിയും ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഉണ്ട്. പല്ലു എൻഡ് ചെയ്യുന്നത് ആ ഒരു സെയിം ഡിസൈനോട് കൂടിയിട്ടാണ് പല്ലു എൻഡ് ചെയ്യണത്. ഇതുപോലെ വൺ സൈഡ് മാത്രമാണ് വരുന്നത്. ബ്ലൗസിന് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ആ ബീഡിങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ഫുള്ളായിട്ടുള്ള ഒരു സാരിയുടെ ലുക്ക് വരുന്നത്. നല്ലൊരു ഡാർക്ക് പീച്ചാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിന് നമുക്ക് വൈറ്റും ബ്ലൗസ് യൂസ് ചെയ്യാം. സിൽക്കി കോട്ടയിലോ അല്ലെങ്കിൽ ഹക്കോബയിലൊക്കെ ബ്ലൗസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് വരുന്നത് റണ്ണിങ്ങിൽ സെയിം ആണ് ബ്ലൗസ് വരുന്നത്. ഇതിന് വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഉള്ളിലത്തെ ഒരു ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഓൾ ഓവർ ബോഡി ആ വർക്ക് വരുന്നുണ്ട്. അതുപോലെ രണ്ട് സൈഡും ആ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡല്ല, സോറി, വൺ സൈഡ് ആ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് വരുന്നൊരു ബീഡിങ് മാത്രമാണ്. ഇതാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. ഇതാണ് അതിൻ്റെ പല്ലു. 760 മാത്രമാണ് സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതിലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത്. അതിലും ഉള്ളിലത്തെ ആ ഒരു പോർഷൻ വരുന്ന ഒരു സ്ക്വയർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ബോർഡർ വരുന്ന നല്ല തിക്കായിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി ബോർഡർ വന്നിട്ടുണ്ട്. ഇത് മറ്റേ പല്ലുവിൻ്റെ പാർട്ട് വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പെയർ ചെയ്തിട്ടുള്ള പ്ലെയിൻ ബ്ലൗസാണ് വന്നിട്ടുള്ളത്. സിൽക്കി കോട്ട മെറ്റീരിയലിലാണ് സാരി വന്നിട്ടുള്ളത്. 760 ആണ് പ്രൈസ് വരുന്നത്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ്. നാലും നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതാണ് അതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ളത്. വൺ സൈഡാണ് എംബ്രോയിഡറി വരുന്ന ബോർഡർ വരുന്നത്. പല്ലു സെയിം ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ബീഡിങ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ സാരിക്ക്. അതുപോലെ തന്നെ സാരിയിലും ഈ സൈഡ് നമുക്കൊരു ബീഡിങ് കൊടുത്തിട്ടുള്ള സാരിയാണ്. 760 ആണ് പ്രൈസ്. സിൽക്കി കോട്ടയിലെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഓഫ് വൈറ്റ് കളറിലാണ് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളത് കേട്ടോ. 890 പ്രൈസ് റേഞ്ചിലാണ് ഈ സാരി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് ഫുൾ ബോഡിയും ഇതുപോലെ പല്ലുവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർഷൻ വരുന്ന വരെ വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് സൈഡും ലേസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ക്രോഷ്യയുടെ ലേസാണ്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ലേസാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫുള്ളായിട്ടുള്ള സാരി വരുന്നത്. നമ്മൾ സാധാരണ സാരിയിൽ കാണുന്ന പോലെ താഴേക്ക് വരുമ്പോൾ കുത്തുന്ന വശത്ത് മാത്രമാണ് ആ ഒരു എംബ്രോയിഡറി വരുന്നുണ്ടാവുക. ബ്ലൗസിനും സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുക്കാൻ ഇതുപോലെ ആ ഒരു ക്രോഷ്യയുടെ ലേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. 890 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതിനും നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബ്ലൗസും കോമ്പിനേറ്റ് ചെയ്യാം. ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടത്. ആ ഒരു സെയിം ഡിസൈൻ തന്നെ നമ്മൾ യെല്ലോയിൽ കണ്ട പോലത്തെ ഡിസൈനാണ്. ക്രോഷിയാണ് സൈഡിൽ 4 ഭാഗവും ക്രോഷിയുടെ ലേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പല്ലു ഇതുപോലെ ഫുള്ളായിട്ടും എംബ്രോയിഡറി ആ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ക്രോഷ്യ ലേസാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ബോഡിയിലും ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 890 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. പീച്ചിൻ്റെ തന്നെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. പിങ്കും പീച്ചും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. കാരണം അതിലത്തെ ആ ഒരു ക്രോഷ്യയുടെ ലേസ് വരുമ്പോൾ ഒരു പീച്ച്, ഒരു പിങ്കിൻ്റെ ഒക്കെ ഒരു കളറാണ് വരുന്നത്. ചെറിയൊരു ഗ്ലേസിങ് വരുമ്പോഴാണ് അതിനൊരു പീച്ച് കളറ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ നല്ല റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതാണ് അതിൻ്റെ ഫുൾ ബോഡിയിലും ഇതുപോലെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ടും ലേസ് വന്നിട്ടുണ്ട്. ഇതാണ് സാരിയുടെ ഫുള്ളായിട്ടുള്ള ലുക്ക്. 890 തന്നെയാണ് പ്രൈസ്. പീക്കോ ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ വേർഷനാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിലും ആ ഒരു സെയിം എംബ്രോയിഡറി തന്നെ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പല്ലു. 890 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സിൽക്കി കോട്ടയിൽ വന്നിട്ടുള്ളത്. രണ്ട് പ്രൈസ് റേഞ്ചിലുമാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്